ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയണ്ടെന്ന് കരുതി ഇങ്ങനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഓരോ കാര്യങ്ങളിങ്ങനെ കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. ബിൻസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ബിൻസിനെ പറ്റി ഞാനൊരു ഇത്രയും പെട്ടെന്ന് പുറത്തു പോയൊരു പ്ലെയർ ആണല്ലോ, നല്ല സ്ട്രോങ് പ്ലെയർ ആണല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വെറുപ്പീരും അഹങ്കാരവും ഇല്ല ആരെ എന്തും പറയാനുള്ള ഈ സീസണിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് ബിൻസി. മസ്താനിയുമായിട്ടുള്ള വാക്ക് തർക്കമാണ് ഞാൻ ബിൻസിലേക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ശ്രദ്ധ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയത്. മസ്താനിയുടെ അടുത്ത് പറയുണ്ടായി, നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം അങ്ങനൊരു സംസാരം. പിന്നെ കുഞ്ഞാര മോളെ ഞാൻ ഉള്ളപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ബിൻസി പറഞ്ഞെന്ന് വെച്ചിങ്ങനെയായിരിക്കും. ഇപ്പം അനുമോൾക്കെതിരെയും ശക്തമായ ഒരു ആരോപണം വെച്ചാണ്, ഞാനുള്ളപ്പോഴത് പറഞ്ഞെങ്കിൽ അനുമോളെ കൈവച്ചിട്ടേ ഞാൻ പോകുമായിരുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ബിൻസി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്തും അങ്ങ് കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിങ്ങളങ്ങ് തലയെ കയറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറലാവാന്നുള്ള ഒരു സ്പേസിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. അതിനൊക്കെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഈ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് വിവാദങ്ങളിലേക്ക് പോവുക, ആ ഒരു കാര്യമൊക്കെയാണ് ബിൻസി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലും കാണാൻ ഇവിടെ ജനങ്ങൾക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒട്ടും താല്പര്യമില്ല. ബിൻസി നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അതിനുപരി ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകില്ല. അതുകൊണ്ട് ഈ ചീപ്പ് ഷൈനിങ് ഒക്കെ അങ്ങ് വീട്ടിൽ പോയി കാണിച്ചാൽ മതി. ഇത് മസ്താനിക്കൊക്കെ കുറച്ച് മാനത കൊണ്ടുള്ള മസ്താനൊന്നും ഉണ്ടായിരുന്നു. അല്ല, മസ്താനി പൊട്ടിത്തെറിച്ചാൽ നിങ്ങളെക്കാൾ ടോപ്പിൽ പോലുള്ള ഒരു മൈൻഡും വോയിസും ഒക്കെ മസ്താനിക്കുണ്ട്. ആ കാര്യം ഓർമ്മകൾ. അതുകൊണ്ട് ബിൻസിയുടെ ചില പട്ടി ഷോകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പല വെർഷൻസ് ഇനി വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് വീണ്ടും കാണാം. ഇതൊന്നും ഇവിടെ തീരാൻ വേണ്ടി പോകുന്നില്ല, ആരും അത് മൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇത്രയുള്ളൂ പറയാനായിട്ട്.